അടുത്ത കാലത്തായിട്ട് ഇൻഫിനിക്സ് രണ്ട് സ്മാർട്ട് ഫോണുകൾ, അതായത് ഇൻഫിനിക്സ് GT10 Pro എന്ന സ്മാർട്ട് ഫോണും ഇൻഫിനിക്സ് 035G എന്ന സ്മാർട്ട് ഫോണും പുറത്തിറക്കി നമ്മളെല്ലാം ഞെട്ടിച്ചിരിക്കുകയാണ്. വളരെ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള രണ്ട് സ്മാർട്ട് ഫോണുകളാണ് ഇൻഫിനിക്സ് അത്തരത്തിൽ പുറത്തിറക്കിയത്. ഇൻഫിനിക്സ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു മുഖമുദ്രയായിട്ട് മാറുകയാണ് ഇപ്പോൾ വാല്യൂ ഫോർ മണി എന്നത്. ഇൻഫിനിക്സിന്റെ ലാപ്ടോപ്പുകളും അത്തരത്തിൽ വളരെ വിലക്കുറവിൽ മികച്ച സ്പെസിഫിക്കേഷൻ ആണ് നൽകുന്നത്. അത്തരത്തിൽ ഇൻഫിനിക്സിന്റെ ഏറ്റവും പുതിയ ലാപ്ടോപ്പ് ഇൻഫിനിക്സ് ഇൻബുക്ക് X3 സ്ലിം എന്ന ലേറ്റസ്റ്റ് ലാപ്ടോപ്പാണ് നമ്മൾ പരിചയപ്പെടുന്നത്. പേര് സൂചിപ്പിക്കുന്ന പോലെ ഇതൊരു സ്ലിം പ്രൊഫൈലുള്ള ലാപ്ടോപ്പാണ്. നമുക്ക് പരിശോധിക്കാം. ഇതിന്റെ ഒരു മോഡൽ നെയിം കൃത്യമായിട്ട് പറഞ്ഞാൽ XL422 എന്നാണ്. അപ്പോൾ ഇത് നമ്മൾ പരിശോധിക്കുന്ന കളർ എന്ന് പറയുന്നത് ഗ്രീൻ ആണ്. വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്നുവരെ ഇൻഫിനിക്സ് പുറത്തിറക്കിയ എല്ലാ ലാപ്ടോപ്പുകളും നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് അവർ അയച്ചു തന്നു. നമ്മൾ നിങ്ങളെ ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തിയിട്ടുമുണ്ട് എന്നുള്ളതൊരു പ്രത്യേകതയാണ്. സൂപ്പർ ലൈറ്റ് വെയിറ്റ് എന്ന് പറയാൻ പറ്റുന്നില്ല, കാരണം വെയിറ്റ് ആവശ്യത്തിനുണ്ട്. പക്ഷെ വളരെ കോമ്പാക്റ്റ് ആണ് സൈസ്. അതിലേക്ക് വരാം. അത് കൂടാതെ ഇതിന്റെ ഈ സൈഡിലായിട്ട് ഇതേ ഒരു ചെറിയ ബോക്സ് കൂടെ ഇതുപോലെ ഉണ്ട്. അത് പുറത്തേക്ക് എടുക്കാം. ഈ ഒരു ബോക്സിനകത്ത് ഒബ്വിയസ്ലി അതിന്റെ ചാർജർ ആയിരിക്കും. നോക്കാം. അതിന്റെ കേബിൾ എന്ന് പറയുന്ന ഇത്തരത്തിലൊരു C2C കേബിൾ ആണ്. അതുപോലെ ചാർജർ വന്നിട്ട് 65 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ആണ് ഇതിനോടൊപ്പം നൽകിയിരിക്കുന്നത്. C2C കേബിൾ. ഇനി നമുക്ക് ലാപ്ടോപ്പിലേക്ക് വരാം. ദേ ഇരിക്കുന്നു നമ്മുടെ പൊളപ്പൻ ലാപ്ടോപ്പ്. എനിക്ക് കളർ ഇഷ്ടപ്പെട്ടു. നേരത്തെ ഇവരുടെ ബ്ലൂ കളർ വന്നിട്ടുണ്ട്, അതുപോലെ മെറ്റാലിക് കളറും വന്നിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഗ്രീൻ കളർ. എനിക്ക് തോന്നുന്നു റെഡ് കളറും ഒക്കെ ഈ ഒരു മോഡലിനുണ്ട്. കളർ വേരിയൻസ് ഏതൊക്കെയാണെന്നത് ഇതിന്റെ ബോക്സിന്റെ പുറത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? റെഡ്, ബ്ലൂ, ഗ്രീൻ, ഒരു ആഷ് കളർ. ഇങ്ങനെ 4 കളറിലാണ് ഈ ഒരു ലാപ്ടോപ്പ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ കളർഫുൾ ആണ് ഇവരുടെ ലാപ്ടോപ്പ്. എന്തായാലും കാണാൻ നല്ല ഒരു ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ലാപ്ടോപ്പ് മെറ്റാലിക് ബോഡിയുമായിട്ടാണ് വരുന്നത്. പക്ഷേ നമുക്ക് ഒരു മെറ്റാലിക് ബോഡിയുമായിട്ട് വരുന്ന ലാപ്ടോപ്പിന്റെ വിലയൊന്നുമില്ല. സാധാരണ വില കുറയ്ക്കാൻ കമ്പനികൾ ചെയ്യുന്നത് ബോഡി പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിക്കാറുണ്ട്. പക്ഷേ ഇവിടെ മെറ്റാലിക് ആയിട്ടും വില കുറവാണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇനി ഇതിന്റെ സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ HDMI പോർട്ട് ഉണ്ട്, മൈക്രോ USB പോർട്ട് കാണാം, USB Type-C പോർട്ട് കാണാം, ചാർജിംഗ് പോർട്ടായിട്ട് അത് യൂസ് ചെയ്യുന്നു. വലത് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ മൈക്രോ SD കാർഡ് സ്ലോട്ട് ഉണ്ട്, വീണ്ടും ഒരു Type-C പോർട്ട് കാണാം. ഇവിടെ ആയിട്ട് ഇതുപോലെ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. അത് നല്ല കാര്യം. നമുക്ക് ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാം. വീണ്ടും ഒരു USB പോർട്ട്, അതുപോലെ കെൻസിംഗ്ടൺ ലോക്ക് വരെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ലാപ്ടോപ്പിൽ. ഇനി ഇതിന്റെ താഴത്തെ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ ആ ഒരു ഹീറ്റ് വെന്റിലേഷൻ ഏരിയ നന്നായിട്ട് കാണാം. ഇവിടെ ആയിട്ട് 2 സ്പീക്കറുകൾ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. 4 ബുഷ് ഉണ്ട്. ഇത് റെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു രീതിയിലാണ് സംഗതികൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ ഈ പറഞ്ഞ മെറ്റാലിക് ബോഡി ആണെങ്കിലും അലുമിനിയം അലോയ് കൊണ്ടാണ് ഇതിന്റെ ഈ ഒരു ബോഡി തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളതും പ്രത്യേകതയാണ്. 14.8 മില്ലിമീറ്റർ മാത്രമാണ് ഇതിന്റെ ഒരു തിക്നെസ്. 1.24 kg ആണ് ഈ ഒരു ലാപ്ടോപ്പിന്റെ വെയിറ്റ്. അത്രേ വരുന്നുള്ളൂ. സാധാരണ 1.5 kg അതിൽ കൂടുതലൊക്കെ വെയിറ്റ് വരാറുണ്ട് ലാപ്ടോപ്പിന്. ഇനി വെയിറ്റ് ഒക്കെ കുറവാണ്, സ്ലിം പ്രൊഫൈലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സിംഗിൾ ഹാൻഡ് ഓപ്പറേഷൻ ഇതിനകത്ത് സാധ്യമാണോ എന്ന് നോക്കാം. കുഴപ്പമില്ല. അടിഭാഗം ഇതുപോലെ ഒരു അല്പം കൂടി ഉയർന്ന് പൊങ്ങി വന്നു എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ഇന്റൽ കോർ i5 വേരിയന്റ് ആണ്. അതുപോലെ ഇത് i3യും വരുന്നുണ്ട്, i7ഉം വരുന്നുണ്ട്. ഇത് i5 ആണ്. അതുപോലെ ഇന്റൽ ഐറിസ് Xe ഗ്രാഫിക്സ് കാർഡ് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഗ്രാഫിക്സ് കാർഡാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. കീബോർഡ് ഏരിയയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളാം. നല്ല മനോഹരമായ രീതിയിൽ അത് ലേ ഔട്ട് ചെയ്തിരിക്കുന്നു. ഈ ഒരു ട്രാക്ക് പാഡിനെ കുറിച്ച് പറഞ്ഞാലും നല്ല രീതിയിൽ, ഒരുപാട് വലുതുമല്ല എന്നാൽ കുഞ്ഞു അല്ലാത്ത രീതിയിലുള്ള ട്രാക്ക് പാഡാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഡെഡിക്കേറ്റഡ് നമ്പർ പാഡ് കൊടുത്തിട്ടില്ല, കാരണം കഴിഞ്ഞാൽ ലാപ്ടോപ്പിന്റെ സൈസ് ഇത്രയും കോമ്പാക്ട് ആവുകയില്ല. എന്തായാലും ഇവിടെ ആയിട്ടാണ് പവർ ബട്ടൺ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ പവർ ബട്ടണിനകത്ത് ഫിംഗർ പ്രിന്റ് സംവിധാനം കൊടുത്തിട്ടില്ല എന്നുള്ളത് ഓർമ്മിക്കട്ടെ. ഡിസ്പ്ലേ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇൻഫിനിക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. സാമാന്യം ബെസൽലെസ് എന്ന് ഈ ഒരു 3 സൈഡിനെ നമുക്ക് വിളിക്കേണ്ടി വരും. പക്ഷേ ഈ ഒരു ഭാഗം കുറച്ച് തിക്ക് ആയിട്ടുള്ള ഒരു ബെസൽ തന്നെയാണ് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നൽകിയിരിക്കുന്നത്. എന്തായാലും നമുക്കൊന്ന് സെറ്റപ്പ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഈ ഒരു ലാപ്ടോപ്പിന്റെ ഇനിഷ്യൽ സെറ്റപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു കാര്യം എടുത്ത് പറയട്ടെ, ഈ ലാപ്ടോപ്പിന്റെ ഈ ഡിസ്പ്ലേയുടെ ഭാഗം ടൈറ്റ് ആണ്, വിഷയങ്ങളൊന്നുമില്ല. ചില ലാപ്ടോപ്പുകളിൽ ഈ ഒരു ഭാഗം വളരെ ലൂസായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു വിഷയം എന്തായാലും ഈ ഒരു ലാപ്ടോപ്പിന്റെ കേസിലില്ല. അതുപോലെ ഇത് മാക്സിമം നമുക്ക് ഇത്രയും ഈ ഒരു ഡിഗ്രി വരെയാണ് നമുക്കിത് ബെൻഡ് ചെയ്യാൻ സാധിക്കുന്നത്. അതായത് 180 ഡിഗ്രിയിൽ നമുക്ക് ബെൻഡ് ചെയ്യാൻ സാധിക്കില്ല. ഇത്രയാണ് മാക്സിമം അത് നമുക്ക് ബെൻഡ് ചെയ്യാൻ സാധിക്കും. അത് ഓർമ്മിക്കുന്നു. ഇനി ഇതിന്റെ ഒരു ഡിസ്പ്ലേയെ കുറിച്ച് പറഞ്ഞാൽ ഡിസ്പ്ലേ ക്വാളിറ്റി കുഴപ്പമൊന്നും ഇല്ല. എസ്പെഷ്യലി വ്യൂയിങ് ആംഗിൾ ഒന്നും വിഷയമില്ല. ഒരു ആന്റി ഗ്ലെയർ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ ലൈറ്റ് ഇതിലേക്ക് വീഴുമ്പോൾ ഭയങ്കരമായിട്ട് ഹാർഷായിട്ട് ആ ലൈറ്റ് നമുക്ക് കാണുന്നില്ല. അപ്പോൾ ഡിസ്പ്ലേ വിഭാഗം മൊത്തത്തിൽ കൊള്ളാം. തരക്കേടില്ലാത്തൊരു ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ 300 നിറ്റ്സ് ആണ് ഈ ഒരു ലാപ്ടോപ്പിന്റെ ഡിസ്പ്ലേയുടെ മാക്സിമം പീക്ക് ബ്രൈറ്റ്നസ്. ഔട്ട്ഡോർ വിസിബിലിറ്റിക്കൊക്കെ വലിയ വിഷയങ്ങളൊന്നും വരുമെന്ന് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു ലാപ്ടോപ്പിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഫുൾ HD റെസൊല്യൂഷനിൽ IPS LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ പ്രൈസ് പോയിന്റ് നമുക്ക് LED ഡിസ്പ്ലേ വരില്ല സാധാരണ. എന്തായാലും ഇതിനകത്ത് നമുക്ക് LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിന്റെ 100% sRGB കൊടുത്തിട്ടുണ്ട്. അതായത് കളർ ആക്യുറസി പക്കയാണ്. നമുക്ക് ഒരു ഫോട്ടോഷോപ്പ് വർക്കോ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിലും അതിനകത്ത് നമ്മൾ കാണുന്ന കളർ പക്കയായിരിക്കും. ഈ ഒരു ഡിസ്പ്ലേയുടെ സൈസ് എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. അപ്പോൾ ഒരു കോമ്പാക്ട് ലാപ്ടോപ്പാണ്. കമ്പാരിറ്റീവ്ലി കൊണ്ടു കിടക്കാനൊക്കെ വളരെ
ഈസിയാണ്. ഈ ട്രാവലൊക്കെ ചെയ്യുന്നവർക്ക് വളരെ ഉപയോഗപ്രദമാകും ഈ ഒരു സൈസ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. എന്തായാലും ലാപ്ടോപ്പ് എനിക്ക് ഇതിന്റെ ആ ഒരു കോമ്പാക്ട്നെസ് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ ഈ ഒരു ലാപ്ടോപ്പിന്റെ കീബോർഡ് എന്ന് പറയുന്നത് ബാക്ക്ലിറ്റ് കീബോർഡാണ്. നമ്മളിവിടെ ഫംഗ്ഷൻ കീ പ്രസ് ചെയ്തുകൊണ്ട് ഇതുപോലെ F3 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ലിറ്റ് ഓൺ ആക്കാം, അതുപോലെ അതൊരു മീഡിയം ലൈറ്റിൽ നിർത്താം, ഓഫ് ചെയ്യാം. ഇങ്ങനെ 3 മോഡിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം, ഇവിടെ ഈ ഫംഗ്ഷൻ കീ പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു സ്പേസ് ബാർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫിനിക്സിന്റെ ചില വില കുറഞ്ഞ ഫോണുകളിൽ ഇത്തരത്തിൽ ക്യാമറയ്ക്ക് സൈഡിലായിട്ട് 2 ഫ്ലാഷ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഫുൾ ടൈം നമുക്ക് ഓൺ ചെയ്ത് വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ സാധിക്കും. അത്തരത്തിലുള്ള ഒരു ഫ്ലാഷ് ലൈറ്റ് സംവിധാനം ഈ ഒരു ലാപ്ടോപ്പിലും കൊടുത്തിട്ടുണ്ട്. ഇൻഫിനിക്സിന്റെ നേരത്തെയുള്ള പല ലാപ്ടോപ്പിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു ലാപ്ടോപ്പിന് ഇന്റൽ കോർ i5 1235U എന്ന 12th ജെൻ പ്രോസറാണ് കരുത്ത് പകരം. അതുപോലെ തന്നെ ഈ ഒരു ലാപ്ടോപ്പിൽ 16GB റാം ഉണ്ട്, അതും LPDDR4X റാം ആണ് നൽകിയിരിക്കുന്നത്. സ്റ്റോറേജിനായിട്ട് 512GB NVMe PCIe 3 SSD ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ SSD കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ബൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നടക്കുന്നുണ്ട്. എന്തായാലും പെർഫോമൻസ് വൈസ് ഒരു മീഡിയം പെർഫോമൻസ് നൽകുന്ന ഒരു ലാപ്ടോപ്പ് തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് ഗ്രാഫിക്സ് കാർഡ് ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് വീഡിയോ എഡിറ്റിംഗ് പോലുള്ള വർക്കുകളൊക്കെ വേണമെങ്കിൽ i5യിൽ ചെയ്യാം. പക്ഷേ ഈ പറഞ്ഞ ഒരു ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് കാർഡ് കൊടുക്കാത്തത് കൊണ്ടുള്ളൊരു കുഴപ്പമെന്ന് പറയുന്നത്, ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റെൻഡറിങ്ങിനൊക്കെ ഒരുപാട് ടൈം എടുക്കും. അതുപോലെ തന്നെ ഗെയിമിങ്ങിനൊന്നും വലിയ വിഷയങ്ങളൊന്നും ഈ ഒരു ലാപ്ടോപ്പ് വരത്തില്ല. ഒരു മീഡിയം പെർഫോമൻസ് ആണ് മൊത്തത്തിൽ ഈ ഒരു ലാപ്ടോപ്പ് സമ്മാനിക്കുന്നത്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിന്റെ കീബോർഡ് ടൈപ്പിംഗ് ഒക്കെ നല്ല ഒരു സുഖപ്രദമായിട്ടുള്ള ഒരു ടൈപ്പിംഗ് ആണ് നമുക്ക് ഈ ഒരു കീബോർഡ് സമ്മാനിക്കുന്നത്. മാത്രമല്ല ഇതിന്റെ സൗണ്ട് ഒക്കെ നല്ല സുഖമുണ്ട് കേൾക്കാൻ. അതുപോലെ ടച്ച് പാഡും വളരെ റെസ്പോൺസീവ് ആണെന്ന് നമുക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. നല്ല വോളിയം എടുത്തു പറയേണ്ട കാര്യമാണ്. നല്ല വോളിയം ഉണ്ട്. മാത്രമല്ല ഇതിനകത്ത് സ്പീക്കർ എന്ന് പറയുന്നത് ഇതുപോലെ ബോട്ടം ഫയറിംഗിലാണ് കൊടുത്തിരിക്കുന്നതെങ്കിലും നമ്മൾ ഈ ഒരു ടേബിളിന്റെ പുറത്ത് വെച്ചിട്ട് ആ സൗണ്ട് അടയുന്നില്ല. അതെനിക്ക് തോന്നുന്നു ഈ ഒരു ബുഷ് കണ്ടില്ലേ, കുറച്ച് സൈസ് നല്ല ഉള്ള ഒരു ബുഷാണ്. അതുകൊണ്ട് തന്നെ ഗ്യാപ്പ് വരുന്നുണ്ട് ടേബിളിനകത്ത് നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ടായിരിക്കണം സൗണ്ട് നല്ല രീതിയിൽ ഇതുപോലെ പുറത്തേക്ക് വരുന്നുണ്ട്. കേൾക്കുന്ന സൗണ്ട് കൊള്ളാം, കുഴപ്പമില്ല. പക്ഷേ ബാസ് ഒരല്പം സൗണ്ടിന് കുറവാണ്. അത് ലാപ്ടോപ്പിന്റെ സ്പീക്കറൊക്കെ അറിയാമല്ലോ, വളരെ ചെറിയ വാട്ടിലുള്ള സ്പീക്കറാണ് ഇരിക്കുന്നത്. പക്ഷേ നല്ലൊരു സ്റ്റീരിയോ സെപ്പറേഷനും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇൻഫിനിക്സിന്റെ വളരെ വില കുറഞ്ഞ ഫോണുകൾ പോലും കാണുന്ന DTA സപ്പോർട്ട് ഈ ഒരു ലാപ്ടോപ്പിലും നൽകിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ലാപ്ടോപ്പിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൈഡിലേക്ക് എന്ന് കഴിഞ്ഞാൽ ഇതിനകത്ത് Windows 11 ആണ് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നത്. എന്നാൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് ഫ്രീ വെർഷൻ നൽകിയിട്ടില്ല. അതാണ് ഇതിന്റെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കുറിച്ച് പറയാനുള്ളത്. 50 വാട്ട് ബാറ്ററി കപ്പാസിറ്റിയാണ് ഈ ഒരു ലാപ്ടോപ്പിന് കൊടുത്തിരിക്കുന്നത്. അത് ചാർജ് ചെയ്യാനായിട്ട് 65 വാട്ടിന്റെ USB Type-C ചാർജിംഗ് പോർട്ടുമാണ് നൽകിയിരിക്കുന്നത്. ഇൻഫിനിക്സ് പറയുന്നത് നമുക്ക് 1.5 മണിക്കൂർ ചാർജ് ചെയ്താൽ ഇതിന്റെ ബാറ്ററി ഫുൾ ചാർജ് ആകും എന്നാണ്. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടതുപോലെ കോസ്മിക് ബ്ലൂ, നോബിൾ റെഡ്, സ്റ്റാർഫാൾ ഗ്രേ, ഒറോറ ഗ്രീൻ എന്നീ 4 നിറങ്ങളിലാണ് ഈ ഒരു ലാപ്ടോപ്പ് ലഭിക്കുന്നത്. നമ്മൾ പരിചയപ്പെട്ടത് ഒറോറ ഗ്രീൻ എന്ന് പറയുന്ന കളർ വേരിയന്റ് ആണ്. അടുത്തായിട്ട് ഇതിന്റെ ഒരു പ്രൈസിംഗ് ആണ്. i5 12th ജെൻ ലാപ്ടോപ്പ്, 16GB റാം, 512GB SSD, അതുപോലെ മെറ്റാലിക് ബോഡി, IPS LCD ഡിസ്പ്ലേ എന്ന് വേണമെങ്കിൽ നമുക്ക് സിമ്പിളി ഈ ഒരു ലാപ്ടോപ്പിനെ വിശേഷിപ്പിക്കാം. ഈ ഒരു ലാപ്ടോപ്പ് നമുക്ക് 40,990 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങാൻ സാധിക്കും. നല്ല പ്രൈസിംഗ് ആണ്. നല്ല പ്രൈസിംഗ് നല്ല അടിപൊളി പ്രൈസിംഗ് ആണ്. കാരണം നമുക്കറിയാം, ഞാൻ നേരത്തെ റിയൽമിയുടെ ഒരു ലാപ്ടോപ്പ് ഇതേപോലെ i5 11 ജെൻ പ്രോസസർ ആയിരുന്നു. ഇത് 12th ജെൻ ആണ്. മറ്റേ 11 ജെന്നെ ആയിരുന്നുള്ളൂ. അതുപോലെ 16GB 512GB SSD ഒക്കെ ആയിട്ട് വരുന്നത്. അതെനിക്കൊന്ന് മെറ്റാലിക് ബോഡി ആയിരുന്നില്ലെന്ന് തോന്നുന്നു. അതിന് ഏകദേശം 59,000 രൂപയോളം ആയിരുന്നു എൻ്റെ പ്രൈസ്, എൻ്റെ ഓർമ്മ. അപ്പോൾ ഇത് 40,000 രൂപയ്ക്ക് 40,990 41,000 രൂപയ്ക്ക് ലഭിക്കുന്നു. അപ്പോൾ അത്രയും പ്രൈസ് അഗ്രസീവായിട്ടാണ് ഇൻഫിനിക്സ് ഈ ഒരു ലാപ്ടോപ്പിന് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന ചോദ്യം എന്താണെന്ന് എനിക്കറിയാം, ഇതിന്റെ സർവീസ് എങ്ങനെയെന്ന് അല്ലേ. ഇൻഫിനിക്സിന്റെ സർവീസ് സെന്ററുകൾ എത്രത്തോളം കേരളത്തിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്കും വലിയ ധാരണയില്ല. പക്ഷേ ലാപ്ടോപ്പ് ഈ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ നോക്കുമ്പോൾ പറയാം, അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല, കിടിലൻ ലാപ്ടോപ്പാണ്, നല്ല വാല്യൂ ഫോർ മണിയാണ്. അതായത് എനിക്ക് ഇങ്ങനെ ഈ ഒരു ലാപ്ടോപ്പിനെ വിലയിരുത്താൻ സാധിക്കും. ഓഫീസ് വർക്കുകൾക്കും അതുപോലെ ചെറിയ ചെറിയ എഡിറ്റിംഗ് വർക്കുകൾക്കും അതുപോലെ കൂടുതൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ലാപ്ടോപ്പ് കൊണ്ടു കിടക്കുന്നവർക്കൊക്കെ വളരെ സ്യൂട്ടാണ്. ഒരുപാട് പ്രൈസ് ഒന്നും ഒരു ലാപ്ടോപ്പിനകത്ത് സ്പെൻഡ് ചെയ്യാൻ സാധിക്കത്തില്ലെങ്കിൽ നമുക്ക് വാങ്ങാവുന്ന ഒരു ലാപ്ടോപ്പ് തന്നെയാണ് ഇൻഫിനിക്സിന്റെ X3 Slim.